ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. എല്ലാ കുട്ടികൾക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ റെസിപ്പി നല്ല രുചിയുള്ള 4 മണി പലഹാരമാണ്. നേന്ത്രപ്പഴവും റവയൊക്കെ ഉപയോഗിച്ച് വളരെ സിമ്പിളായിട്ട് നമുക്ക് ഈ ഒരു പലഹാരം റെഡിയാക്കി എടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഈ ഒരു പലഹാരം എങ്ങനെയാണ് തയ്യാറാക്കി എടുക്കുന്നതെന്ന് കണ്ടു നോക്കാം. അതിനു വേണ്ടിയിട്ട് കടായിലേക്ക് 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നെയ്യ് നമ്മുടെ ഇഷ്ടമുള്ള അളവിൽ ചേർത്ത് കൊടുക്കാവുന്നതാണ്. നെയ്യ് മെൽറ്റായി വന്നപ്പോൾ അല്പം കാഷ്യൂ നട്ട്സ് കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. കൂടെ തന്നെ അല്പം ബദാം സ്ലൈസ് ചെയ്തത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. നമുക്ക് ഇഷ്ടമുള്ള ഏത് നട്ട്സ് വേണമെങ്കിലും എടുക്കാവുന്നതാണ്. ഉണക്കമുന്തിരി ഉണ്ടെങ്കിൽ നമുക്ക് അതും ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇപ്പോൾ ഇവിടെ കാഷ്യൂ നട്ട്സും ബദാമും ഫ്രൈ ആയി വന്നിട്ടുണ്ട്. നെയ്യിൽ നിന്നും കോരി ഒരു ബൗളിലേക്ക് മാറ്റി വയ്ക്കുന്നുണ്ട്. ഇനി ബാക്കി വന്ന നെയ്യിൽ നേന്ത്രപ്പഴം വഴറ്റിയെടുക്കണം. നമ്മളിവിടെ നല്ലതുപോലെ പഴുത്ത 2 നേന്ത്രപ്പഴമാണ് ഇതുപോലെ കട്ട് ചെയ്ത് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. മീഡിയം സൈസിലുള്ള നേന്ത്രപ്പഴമാണ് എടുത്തിട്ടുള്ളത്. പഴം നല്ലതുപോലെ സോഫ്റ്റ് ആയിട്ട് വരുന്നത് വരെ നമ്മളിത് കുക്ക് ചെയ്തെടുക്കണം. ഈ പഴം നമുക്ക് വെന്ത് ഉടഞ്ഞു വരണം. ആ ഒരു പാകം വരെ നമ്മളിത് കുക്ക് ചെയ്തെടുക്കണം. നല്ലതുപോലെ പഴുത്ത പഴം ആയതുകൊണ്ട് തന്നെ ഗ്യാസ് ഒരു മീഡിയം ഫ്ലെയിമിൽ 3-4 മിനിറ്റ് നേരം നമ്മൾ വഴറ്റുമ്പോഴേക്കും പഴം കുക്കായിട്ട് കിട്ടും. പഴം ഇപ്പോൾ ഇവിടെ നല്ലതുപോലെ കുക്കായിട്ട് സോഫ്റ്റായി വന്നിട്ടുണ്ട്. പഴം ഈ ഒരു പാകത്തിന് റെഡിയായി കഴിഞ്ഞാൽ ഇനി നമുക്കിതിലേക്ക് റവ ചേർത്ത് കൊടുക്കണം. നമ്മളിവിടെ 1 കപ്പ് റവയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഈ റവയൊന്ന് വറുത്തെടുക്കണം. നമ്മളിവിടെ വറുക്കാത്ത റവയാണ് എടുത്തിട്ടുള്ളത്. ഗ്യാസ് ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിൽ ഒരു 3-4 മിനിറ്റ് നേരം നമ്മളിതൊന്ന് വറുത്തെടുക്കണം. വറുത്ത റവയാണ് എടുക്കുന്നതെങ്കിൽ 1 മിനിറ്റ് നേരമൊക്കെ ഒന്ന് വറുത്തെടുത്താൽ മതിയാകും. റവ ഇപ്പോൾ പാകത്തിന് വറുത്തെടുത്തിട്ടുണ്ട്. റവ പാകത്തിന് വറുത്തു കഴിഞ്ഞാൽ പഴം നമുക്ക് ഉടച്ചെടുക്കണം. പഴവും റവയും നല്ലതുപോലെ യോജിച്ച് വരണം. ആ ഒരു പാകത്തിന് നമ്മളിതൊന്ന് ഉടച്ചെടുക്കണം. ഈ ഒരു പാകത്തിന് റെഡിയായി കഴിഞ്ഞാൽ ഇനി നമുക്ക് ആവശ്യമുള്ളത് ചിരകിയ നാളികേരമാണ്. നാളികേരം നമ്മളിവിടെ 1/2 കപ്പ് അളവിലാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. നമുക്ക് ഇഷ്ടമുള്ള അളവിൽ നാളികേരം ചേർത്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ. ഈ നാളികേരത്തിൻ്റെ കളർ മാറേണ്ട ആവശ്യമൊന്നുമില്ല. നാളികേരം ചേർത്തതിന് ശേഷം ഗ്യാസ് ഒരു മീഡിയം ഫ്ലെയിമിൽ 1 മിനിറ്റ് നേരമൊക്കെ ഒന്ന് ചൂടാക്കിയെടുത്താൽ മാത്രം മതിയാകും. നാളികേരം ചേർത്തതിന് ശേഷം 1 മിനിറ്റ് നേരം ഇതൊന്ന് വറുത്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് കുക്ക് ചെയ്തെടുക്കണം. അതിനു വേണ്ടിയിട്ട് 1 കപ്പ് പാൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. പാലിന് പകരം വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടും നമുക്കിത് കുക്ക് ചെയ്തെടുക്കാവുന്നതാണ്. ഗ്യാസ് ഒരു ലോ ഫ്ലെയിമിൽ വേണം നമ്മളിത് കുക്ക് ചെയ്തെടുക്കേണ്ടത്. ഗ്യാസ് ഫ്ലെയിം കൂട്ടി വെച്ചിരുന്നാൽ പാല് പെട്ടെന്ന് വറ്റിപ്പോകുകയും ചെയ്യും. റവ നമുക്ക് കുക്കായിട്ട് കിട്ടുകയുമില്ല. റവ ഇപ്പോൾ ഇവിടെ നല്ലതുപോലെ കുക്കായി വന്നിട്ടുണ്ട്. റവ നല്ലതുപോലെ കുക്കായി കഴിഞ്ഞതിന് ശേഷം നമ്മുടെ മധുരത്തിന് ആവശ്യത്തിന് വേണ്ട പഞ്ചസാര ചേർത്ത് കൊടുക്കാം. നമ്മളിവിടെ 1/2 കപ്പ് പഞ്ചസാരയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. പഴത്തിൻ്റെ മധുരം നോക്കിയിട്ട് അതനുസരിച്ച് പഞ്ചസാര ചേർത്ത് കൊടുത്താൽ മതിയാകും. പഞ്ചസാര ചേർത്തതിന് ശേഷം ഗ്യാസ് ലോ ഫ്ലെയിമിൽ മിക്സ് ചെയ്തെടുക്കാം. പഞ്ചസാര ചേർത്ത് കഴിയുമ്പോൾ ഇത് കുറച്ചും കൂടി ലൂസായിട്ട് വരും. ഇപ്പോൾ ഇവിടെ പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. പലഹാരത്തിൻ്റെ നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് ഏലക്കപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. കൂടെ തന്നെ നമ്മൾ നേരത്തെ വറുത്ത് വെച്ചിരിക്കുന്ന കാഷ്യൂ നട്ട്സും ബദാമും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കാം. നമ്മളിവിടെ 5 ഏലക്കയാണ് പൊടിച്ച് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. മിക്സ് ചെയ്തതിന് ശേഷം ഗ്യാസ് ഓഫ് ചെയ്യാവുന്നതാണ്. ഇനി നമുക്ക് ഈ മിക്സിൻ്റെ ചൂട് ആറുന്നതിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ നമ്മുടെ ഈ ഒരു മിക്സിൻ്റെ ചൂട് ആറിയിട്ടുണ്ട്. വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ടൈമിൽ നമുക്കിത് കൈകൊണ്ട് നല്ലതുപോലെ കുഴച്ചെടുക്കാവുന്നതാണ്. കയ്യിൽ നെയ്യ് പുരട്ടിയതിന് ശേഷം മിക്സിൽ നിന്ന് ആവശ്യത്തിനെടുത്ത് നമുക്കിഷ്ടമുള്ള ഷേപ്പിൽ പലഹാരം റെഡിയാക്കി എടുക്കാവുന്നതാണ്. ഞാനിവിടെ ഇതുപോലെ ചെറിയ ഉരുളകളായിട്ട് ഉരുട്ടിയെടുക്കുകയാണ് ചെയ്യുന്നത്. നമ്മുടെ മിക്സ് മുഴുവനും ഞാൻ ഇതുപോലെ ചെറിയ ഉരുളകളായിട്ട് ഉരുട്ടിയെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നേന്ത്രപ്പഴവും റവയൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് വളരെ എളുപ്പത്തിൽ ഈ ഒരു പലഹാരം റെഡിയാക്കി എടുക്കാവുന്നതാണ്. നല്ല രുചിയും വളരെ സോഫ്റ്റും ആയിട്ടുള്ള ഈ ഒരു പലഹാരം എല്ലാവരും ഇതുപോലെ തയ്യാറാക്കി നോക്കണം. ഉറപ്പായിട്ടും എല്ലാവർക്കും ഇഷ്ടമാകും. ഇതുപോലെ നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്